ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ്. ചിക്കൻ ചുക്ക. ഇത് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും അതുപോലെ തന്നെ പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. വളരെ ഈസിയാണ് ഇത് തയ്യാറാക്കിയെടുക്കാൻ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കി വരാം. ചിക്കൻ ചുക്ക തയ്യാറാക്കാനായിട്ട് ആദ്യം നമുക്ക് സവാള ഒന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ 3 വലിയ സവാള നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ എടുക്കുന്നത് ചെറിയ സവാളയാണെങ്കിൽ 4 എണ്ണം എടുക്കാവുന്നതാണ്. ഇനി ഇത് നമുക്കൊന്ന് വറുത്തെടുക്കാം. അതിനായിട്ട് പാനിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഈ സവാള എണ്ണയിലേക്ക് കുറേശ്ശെ ഇട്ട് വറുത്തെടുക്കാം. നമ്മൾ ബിരിയാണിക്കൊക്കെ ഉള്ളി വറുത്തെടുക്കത്തില്ലേ, അതുപോലെ തന്നെ. അപ്പോൾ ഉള്ളി ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം. ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ നമുക്ക് വറുത്തെടുക്കാം. ഇത് 1 കിലോ ചിക്കന് നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. ഇനി ഇതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ വേണ്ടത് 1.5 ടേബിൾ സ്പൂണ് മുളക് പൊടിയാണ്. മുളക് പൊടി ചേർക്കുമ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് 1 ടീസ്പൂണ് കുരുമുളക് പൊടിയാണ്. ഇനി 1 ടീസ്പൂണ് ഗരം മസാല. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പേസ്റ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില. ഇനി നമ്മൾ ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന സവാള ചേർക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതിൽ മസാല നല്ലോണം പുരട്ടിയെടുക്കണം. ചിക്കനിലേക്ക് 1 തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ തക്കാളി അരിഞ്ഞത് ചേർക്കാം, ഒരുപാട് തക്കാളി ചേർക്കരുത്. ഇനി ഇത് കുറഞ്ഞത് 1/2 മണിക്കൂർ നമുക്ക് മാറ്റി വയ്ക്കാം. എന്നാൽ മാത്രമേ ഈ മസാല ചിക്കനിൽ നല്ലോണം പിടിച്ചു കിട്ടത്തുള്ളൂ. അപ്പം നമുക്കിത് 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ ചിക്കൻ നമുക്ക് വേവിക്കാനായിട്ട് ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം വേവിക്കാൻ. ഇടയ്ക്കിടയ്ക്ക് ഇത് ഇളക്കി കൊടുക്കണം. ഇതിൽ നമ്മൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കുന്നില്ല. ചിക്കനിൽ നിന്ന് വരുന്ന വെള്ളം കൊണ്ടാണ് ഇത് വേവുന്നത്. അതുകൊണ്ട് ഫ്ലെയിം വളരെ കുറച്ച് കൊടുക്കുക. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയും കൊടുക്കുക. ചിക്കനിൽ നിന്ന് വേണ്ട വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്നുകൂടെ അടച്ചു വെച്ച് നമുക്ക് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിൽ കുറച്ച് ചാറുണ്ട്. ഇനി തുറന്ന് വെച്ച് കുറച്ച് സമയം കൂടി നമുക്കൊന്ന് ഇളക്കാം. ഇടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഡ്രൈ ആക്കണമെങ്കിൽ നിങ്ങൾക്ക് ആക്കാം. ഞാൻ ഈ സ്റ്റേജിൽ ഫ്ലെയിം ഓഫ് ചെയ്യുവാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ ചുക്ക ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റാണ്. ഇത് ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലും പൊറോട്ടയുടെ കൂടെ ആണെങ്കിലും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ ഉഗ്രം ടേസ്റ്റാണ്. എല്ലാവരും ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് കാണാം.